ഹലോ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ LSS വിന്നർ എന്ന യൂട്യൂബ് ചാനലിലെ ഫസ്റ്റത്തെ എപ്പിസോഡ്. ആദ്യം തന്നെ നാം LSSൽ കൂടുതൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെ കുറിച്ചാണ് നമ്മുടെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ പഠിക്കുന്നത്. ഇന്ന് 5 മിനിറ്റിൽ 5 നേതാക്കന്മാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ ആദ്യം നാം ഇന്ന് പഠിക്കാൻ പോകുന്ന നേതാക്കന്മാർ ആരൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് മഹാത്മാഗാന്ധി, രണ്ടാമത്തേത് ജവഹർലാൽ നെഹ്റു, മൂന്നാമത്തേത് സർദാർ വല്ലഭായ് പട്ടേൽ, നാലാമത്തേത് സുഭാഷ് ചന്ദ്രബോസ്, അഞ്ചാമത്തേത് ഗോപാലകൃഷ്ണ ഗോഖലെ. നാം ഇവരെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്കിൽ നമുക്ക് മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ അഭിഭാഷകനും രാഷ്ട്രീയ നേതാവുമായിരുന്നു. അഹിംസാത്മക പ്രതിരോധത്തിലൂടെ ലോകമെമ്പാടും പൗരാവകാശ പ്രസ്ഥാനങ്ങളെ പ്രചോദിപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ വംശീയ വിമോചനത്തിനെതിരെ പോരാടിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തി. സത്യാഗ്രഹം, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെ സ്വാതന്ത്ര്യത്തിന് വഴി തെളിയിച്ചു. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. രണ്ടാമത്തേത് ജവഹർലാൽ നെഹ്റു 1889 ജനിച്ചു. 1964 മരണപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന നേതാവുമായിരുന്നു. 17 വർഷത്തോളം ഭരണം നടത്തി. മതേതര ജനാധിപത്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചേരിചേരാ നയം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വിദേശയാത്രകളും ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ പങ്കാളിത്തവും ജയിൽവാസങ്ങളും ശ്രദ്ധേയമാണ്. 1962 ചൈന ഇന്ത്യ യുദ്ധം അദ്ദേഹത്തെ ബാധിച്ചു. മരണം 1964 ന്യൂഡൽഹിയിൽ വെച്ച് സംഭവിച്ചു. രണ്ടാമത്തേത് സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖ നേതാവും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിമാരുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 565 നാട്ടുരാജ്യങ്ങളെ നയതന്ത്രത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും ഇന്ത്യൻ യൂണിയനിൽ സംയോജിപ്പിച്ച് ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടു. ഗുജറാത്തിലെ കർഷകരെ സംഘടിപ്പിച്ചു. നിസ്സഹകരണ സമരങ്ങൾ നയിച്ചും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനം ആയി ആചരിക്കുന്നു. നാലാമത്തേത് സുഭാഷ് ചന്ദ്രബോസ് 1897 ജനനം, 1945 മരണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖ നേതാവായിരുന്നു. നേതാജി എന്നറിയപ്പെടുന്നു. ഗാന്ധിജിയുടെ സമര രീതികളോട് വിയോജിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മൻ സഹായത്തോടെ ആസാദ് ഹിന്ദ് ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി. ഡൽഹി ചലേ തും മുझे കുന്തോ മേ തും ഹേ ആസാദി തുംക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രശസ്തമാണ്. 1945 ഓഗസ്റ്റിൽ തായ്വാനിൽ വിമാനാപകടത്തിൽ മരിച്ചതായി കരുതപ്പെടുന്നു. ലാസ്റ്റ് ഗോപാലകൃഷ്ണ ഗോഖലെ 1866 ജനനം, 1915 മരണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖ നേതാവും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളും പ്രധാനിയായിരുന്നു അദ്ദേഹം. സാമൂഹിക പരിഷ്കരണത്തിലും വിദ്യാഭ്യാസത്തിലൂടെയുള്ള ശാക്തീകരണത്തിനും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പുനെയിൽ ജനിച്ചു. ഫോർഗൂസൺ കോളേജിൽ
പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. സർവൻറ്റീസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായ വഴികളിലൂടെ ഇന്ത്യയുടെ സ്വയംഭരണ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു. അടുത്ത 5 പേരെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. എല്ലാവരും ഈ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ കൂടുതൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാം.